എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. തൊട്ട് മുന്നത്തെ വീഡിയോ പ്രാങ്ക് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അമ്മാമയ്ക്ക് പ്രാങ്ക് കൊടുത്ത് കള്ളനോട്ട് വെച്ച് പ്രാങ്ക് കൊടുത്തത്. അമ്മാമ ഇതുവരെ ഇല്ലാത്ത എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ പ്രാങ്കിന് വേണ്ടിയിട്ട്. എനിക്കറിയില്ല, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മുടെ പ്രാങ്ക് വീഡിയോത്തിൻ്റെ മുന്നത്തെ അതിനെക്കാട്ടും തൊട്ട് മുന്നേ വേറൊരു വീഡിയോ ഇട്ടുണ്ട്. എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന കാരണേ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോണത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ട് മുന്നത്തെ വീഡിയോ അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കുളം നമ്മുടെ നാച്ചുറൽ പോണ്ടാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തോടാണോ കണ്ടമാണോ എന്താണോന്ന് അറിയില്ല, അതൊക്കെ വറ്റിച്ചിട്ട് നമ്മൾ ആമ്പലാണോ താമരയാണോ അതും എനിക്കറിയില്ല, അതൊക്കെ അവിടെ പോകുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളം കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വന്തം എയിം ഷൂട്ടർ അവനാണ് എൻ്റെ ഫുൾ ഗൈഡൻസ് ഫുള്ള് തരുന്നത് കേട്ടോ, അവനാണ് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് നമുക്കൊരു ബക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെയാണ് കാറ് വരാം. അനിയനാണെങ്കിൽ ട്രിപ്പ് മൂഡായിട്ട് ഫുള്ള് ട്രിപ്പാണ് അല്ലേ? അനിയൻ ട്രിപ്പാണ്, ഫുൾ ട്രിപ്പ് മൂടാണ് കേട്ടോ. എടാ ബക്കറ്റ് വേണമല്ലോ പിടിക്കണ, കയ്യുള്ളൊരു ബക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടാ. ചെരുപ്പ് ചെരുപ്പ് ഇടാ അല്ലേ? വാറ് ചെരുപ്പ് ഇടാൻ ചെടിയിൽ മുങ്ങാളതാ. പട്ടീനെ പറഞ്ഞിട്ട് ഒരെണ്ണം കാണാനില്ല സീൻ. അടുത്ത ചെരുപ്പ് ഇട്ടു. ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റ് കൂടി എടുക്കാം കേട്ടോ. ഇത് രണ്ടും ആയാൽ ഏകദേശം തീരുമാനമായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് നേരെ പാടത്തേക്കോ കണ്ടത്തേക്കോ ആമ്പൽ പൊട്ടിക്കാൻ പോവാം. നമുക്ക് ഇത് ഒരു ഓർഗാനിക് ഒരു നാച്ചുറൽ പോണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സീരീസ് 1 എന്തോരം തുടരുമെന്ന് അറിയില്ലല്ലോ, വെറുതെ ഒരു സീരീസ് 1 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ പോവാട്ടോ ഗൈസ്. എയിം ഷൂട്ടറിനെ പിക്ക് ചെയ്തു നമ്മൾ. നേരെ എടാ തോടാണോ കണ്ടാണോ എന്നിട്ട് പറയാന്? കണ്ടെന്നല്ലേ? കണ്ടം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുളം വറ്റിച്ചിട്ട് നിങ്ങൾ മീൻ പിടിച്ചു അല്ലേ ഇന്ന്? അല്ല സോറി, തോട് വാരിയപ്പോൾ ചൂണ്ടിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞു. ഇവര് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിർത്തിയാൽ മതി. അങ്ങോട്ട് പോണോ? എന്തോരുണ്ട് എൻ്റെ മോനെ? ഓഫ് റോഡാണല്ലോ, ഹണ്ടറിൽ ഓഫ് റോഡ് കഴിച്ച്. എന്തൊക്കെയോ TPF മറ്റേ ഇതുമ ചെയ്തിട്ടുണ്ട്. ടാങ്കുമ്മ അറ്റം പോണോ? അങ്ങനെ നമ്മൾ എത്തി സുഹൃത്തുക്കളെ കണ്ടത്തിലേക്ക്. എടാ ഇവിടെയാണോ നീ മീൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ? എവിടെ? ഇതിൻ്റെ ഉള്ളിലാ? അപ്പോൾ ഇതായിട്ട് എന്താ കണക്ഷൻ? ഇതിലത്തെ വെള്ളമാണ് ഇതിൽ നിൽക്കണത്. ഇതിപ്പോ കൃഷിക്ക് പണിയാൻ വേണ്ടിട്ട് അതേപോലെ ക്ലീൻ ആക്കിയിട്ട് നെല്ല്. ഓക്കെ. അപ്പൊ ഇതിലത്തെ വെള്ളം ഇതിലേക്ക് വറ്റിച്ച് കളഞ്ഞു. ഇതൊക്കെ വലിച്ചോളാം. ഇതിന് മീനുണ്ടാവോ? മീനുണ്ടായിരുന്ന അത് പിടിച്ച് അതൊന്നും ഇല്ലേ? ഇനി നമ്മൾ ഇവിടേക്ക് ഇറങ്ങണോ? അതെ, നമുക്ക് ഇഷ്ടമുള്ള കട നോക്കി. വലുതുണ്ട്, ചെറുതുണ്ട്, പല കളറുണ്ട്. വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇറങ്ങി പറിച്ചാ. ഏതാ നല്ലത് നോക്കിട്ട് അത് പറിക്കാം. നോക്കിയത് ഇത് ആമ്പലാണോ? എന്താ സാധനം ഇത്? അക്കപ്പൂവാ? അക്കപ്പൂ നമ്മള് താമരയും ആമ്പലും തപ്പിയിടല്ലോ വന്നേ. ആമ്പലും അക്കപ്പൂന്നൊക്കെ പറയോ? ഏതാ എളുപ്പം പറയാൻ? ചെളിയിലിറങ്ങി പറയാൻ ഷോർട്ട് കട്ടാ എൻ്റെ മോനെ. അതെ, പോയി ഈ സാധനം അല്ലേ? യെസ്. എന്നിട്ട് എവിടെ കഴുകുക കൈയൊക്കെ? അതൊക്കെ സെറ്റാക്കാടാ. വെള്ളമൊക്കെ എന്താണ്ടായേ? നീ ഇറങ്ങണില്ല സാരല്ലേ? അതിന്റെ കട നോക്കി പറഞ്ഞാൽ മതി. അതും നല്ലൊരു കട. അതാ റെഡ് കണ്ട, നല്ല ക്ലീൻ ആയിട്ട്. ചെരുപ്പ് ഊരിട്ട് ഇറങ്ങിക്കോ. ഇല്ലടാ. ഞങ്ങളാ ഏതാ കട? ഇതല്ലേ മീൻകുട്ടികളുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അടീന്ന് പറയണം, ചെളി അടക്കം. ഇത് പോരെ? മതി.
ഇതൊന്ന് എന്താടാ എന്റെ മോനെ ഇത്ര വലുത് വേണം കട്ട് ചെയ്യണത്. ഇപ്പൊ രണ്ടെണ്ണായില്ലേ? കട്ട് ചെയ്യാൻ വല്ലതും കൊണ്ടുവന്നുണ്ടോ നീ? കട്ട് ചെയ്യാം. ഇനി എന്താ ഇനി ഏതാ രണ്ടെണ്ണായി? ഇനി ചെറിയ വെറൈറ്റി. ചെറുത് എവിടുന്ന? അവിടെ നിന്ന് പറിച്ചാലോ? ചെറുതാവെന്ന് പറയാം. ചെറുത് പറിക്കാം കേസ്. ഇനി ഇതാണോ? ഏതാ ഇതാ? ഇത് ഏതാ? ഇതല്ലേ ഗൈന? ഇതാണോ? അത് അപ്പുറത്ത് കുഞ്ഞ്. ഇതാണോ കുഞ്ഞ്? ഇത് എന്നും പറഞ്ഞു ആടാ ഇങ്ങനെ പറിക്കുക? അതിന്റെ കടയാണത്. ഏത് അടിയിലടാ. ആ തെണ്ടി. ഇത് ആ കുറച്ചോ. ആ കട ആ കട അതാണ് കട. എനിക്ക് അതിൻ്റെ അങ്ങനെ കിട്ടിയിട്ടുള്ള അടിയിൽ നിന്ന് പറക്കി. ആ രണ്ട് കൈ കൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് പിടിച്ചാൽ മതി. മതി. അയ്യടാ ഒരു വരവും കൂടി വരേണ്ടി വരും. ആ ചെറുതാണ് നിലത്ത് പോയി. ഈ ഫിഷിങ്ങും കുളത്തിന്റെ വീഡിയോസ് ചെയ്യുന്ന ആരൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ മോനെ എളുപ്പല്ല കേട്ടാ. എടാ എന്തോരം ചെടിയടാ, ചെടി അടക്കം മാരിയുണ്ട് നമ്മള്. ഇത് ഭയങ്കര ഭാരണ്ട്, ഭയങ്കര കനം. എൻ്റെ മോനെ ഗൈസ്, ചരിത്രത്തിൽ ആരുടെയും ഇങ്ങനെ ചെരുപ്പ് പോയിട്ടുണ്ടാവില്ല കേട്ടാ. ഒരു ചെരുപ്പ് കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെളി കോരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ചെരുപ്പ് കാണാനില്ല. ഇവൻ ഇവിടെ ഇത് വെട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ എന്നിട്ടാ ഇത് ചാക്കിലാക്കല്ലേ? വേണ്ടോ, ഇത് ചാക്കിലാക്കും ഗൈസ്. 3 കട എടുത്തിട്ടുണ്ടല്ലേ? ഇതൊന്ന് ചെളി ഉള്ളതല്ലേ? ഒന്ന് ചെളി അടക്കം. ഓക്കെ. ഒന്ന് പൂവ് കട്ട് ചെയ്യണ്ടല്ലോ. വേണ്ട, 2. ഇനി 3 കുഞ്ഞിത്. വലുതും ചെറുതും ഒരെണ്ണത്തിന് വയ്ക്കാം. എന്നിട്ട് ഒരെണ്ണം സെപ്പറേറ്റ് ബക്കറ്റിൽ വയ്ക്കാം. ഇനി ചെളി കുറണ്ടേ? ഇനി ചെളി കുറഞ്ഞ ചേടാ എളുപ്പമല്ല കേട്ടാ. അവിടെ പോയി എടുക്കണാ? പിന്നെ ഇവിടുന്ന് കിട്ടുമോ? അങ്ങനെയല്ല, അവിടെ വരെ ഇറങ്ങണം. നമുക്ക് ഇവിടുന്ന് കോരിയല്ലോ. അപ്പൊ ആ ചെരുപ്പ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് താന്നുണ്ട്. കുറച്ച് ആ മണ്ണ് എങ്ങനെ എടുക്കുക? ജസ്റ്റ് ഈ ബക്കറ്റ് ഇങ്ങനെ വെക്കുക. കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആ മിടുക്കനാടാ, മിടുക്കനാ. എടുത്തിട്ട് അവിടെ നിൽക്കണത് നിക്ക. ഞാൻ മനസ്സൊന്ന് എടാ ഇവിടെ താഴ്ചയുണ്ടോ? എടാ ഇത് ചാണകാന്നോണ്ടാ. ഓ ഇതിന്ന് കുറഞ്ഞാ എൻ്റെ മോനെ. ഇതിനെക്കാട്ടും വേണം റൈഡ് വീഡിയോ. ചെളിയിൽ കിടന്ന് കളിക്കണ്ടല്ലോ. ഇതാ ഇവിടെ പട്ടിക്കാട്ടുണ്ട് കേട്ടാ. ഇതെന്തെങ്ങനെ കുഴിച്ചിട്ടിരിക്കണവര്? ഉറപ്പല്ലേ? കൈയിട്ടാ വരണേ. എന്തോരം വേണം? എത്ര മതിയാ? 3/4 നിറയ്ക്കണ? ഏത് റൈറ്റോ ലെഗാ? ഓ ഇത് പറഞ്ഞെങ്കിൽ എന്തായാലും കോരിക്കൊണ്ടുവരാൻ വല്ലതും എടുക്കായിരുന്നു. ചെരുപ്പ് ഇവിടെ താണെന്നുണ്ടെങ്കിൽ എനിക്കിത് കളഞ്ഞു കിട്ടിയ ചെരുപ്പാടാ. അങ്ങനെയല്ല, വീട്ടിൽ തന്നെ വീട് ക്ലീൻ ചെയ്തപ്പോ കിട്ടിയതാ. ഇന്നലെ വീട് ക്ലീൻ ചെയ്തപ്പോ കിട്ടിയ ചെരുപ്പാ. ഈ ചെരുപ്പിന് ആയുസില്ല അതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇല്ല, നമുക്കൊന്നുകൂടി നോക്കി നോക്കടാ. എന്തിനാണ് വെറുതെ ചെരുപ്പ് പറയണേ? പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കഴിച്ച എൻ്റെ ചെരുപ്പ് പോയതിട്ടാ. ഓ അടുത്ത പണി. എത്ര മീൻകുട്ടികളെ കൊല്ലണേന്നറിയോ? ശരിടാ, ഇങ്ങനെ താന്നു പോയിണ്ടാവോ അത്? ഓ രക്ഷയില്ല. ഇത് മറ്റേ തുപ്പലം കുത്തിയല്ലേ? അടുത്ത കട വേണമെങ്കിൽ പറിക്കാം. രക്ഷയില്ല. വല്ലാണ്ട് താന്നു. ഇത്ര താന്നു പോവോ? ഓ ഓരോ പേരും കാണുമ്പോൾ ഞാൻ വിചാരിക്കും ചെളിയാന്ന്. അല്ല, ചെരുപ്പാണ് കേട്ടോ. ഇത് നമുക്ക്
ഇവിടെ ഒരു സ്മാരകമായിട്ട് ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അടുത്ത വട്ടം ചെരുപ്പ് കിട്ടുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. അവിടെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് സ്മാരകവും വെച്ച് മോനെ സ്മാരകവും വെച്ച് ലാസ്റ്റ് ഒരു വട്ടം വേണേൽ നോക്കാമെന്ന് വിചാരിച്ചേട്ടാ. കണ്ട നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും സ്മാരകം. ഞാൻ അവിടെ നിന്ന് എടുത്ത് ഷോ ഞാൻ സാധനം അവിടെ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. താന്ന് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു കാല് വെച്ചപ്പോൾ സാധനം തന്നെ പൊന്തി വന്നു. ഇനിയിപ്പോൾ ഇതും കൊണ്ട് നമുക്ക് എടാ നോട്ടെ അത് നോട്ടെ. എങ്കിൽ ഞാൻ ബക്കറ്റ് എടുത്തോ. എടാ അത് കരണ്ടറാ. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹണ്ടർ വണ്ടി 2 വട്ടം എനിക്ക് കുളിപ്പിക്കേണ്ടി വരുന്ന തോന്നുന്നുണ്ട്. ഹണ്ടർമ്മ ഫുള്ള് ചെളിയായിട്ടുണ്ട്. ചെളി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം കുറച്ച് വലിച്ച് കളയണം കേട്ടോ. അത് നമുക്ക് അപ്പുറത്തേക്ക് ഇടാൻ തോന്നുന്നുണ്ടോ. ഇത് വലിച്ചിട്ട് എന്തോരം കുറയ്ക്കണം, ഒരു ബക്കറ്റിൻ്റെ അളവിൽ കുറയ്ക്കണം അല്ലേ. വെള്ളം അധികം പാടില്ല എന്നാണ് പറഞ്ഞത്. എടാ പക്ഷെ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുക്കി വയ്ക്കണത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വാടില്ലേ? കുഴപ്പമില്ല, ഓക്കെ അല്ലേ ഗൈസ്? ഈ സാധനം വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയിം ഷൂട്ടർ ഇട്ടാ താഴെ പോയിട്ട് കമൻറ്റ് ഇട്ടോളാം. എന്ത് പണിയാണ് ആ ജോയിലിന് കാട്ടി കൊടുത്തതെന്ന് ചോദിച്ചിട്ട് കേട്ടോ. വെറുതെ പറഞ്ഞതാ. യെസ് 2 3 മണല് നമുക്കത് വെച്ചിട്ട് അതിൻ്റെ മേലിടാനല്ലേ. ഞങ്ങളുടെ മണൽ മാഫിയ ഈശോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മണൽ മാഫിയ എന്നങ്ങ് പറയാം. ഈ സാധനം പണ്ട് വാരലുണ്ടായിരുന്നു, ഇപ്പം ഇല്ലല്ലോ. മണൽ വാരൽ ഇപ്പോൾ സിമെന്റ് പാറയും ഇതൊക്കെയാണ് കേട്ടോ. എന്താണോ അല്ല പാറപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ മണൽ കണ്ടിട്ട് കാലം കുറേ. ഓക്കെ ഇത്ര മതിയാവില്ലേ? നമുക്ക് ഇതിലത്തെ വെള്ളം കുറച്ച് കളയാം. ഓക്കെ സെറ്റ്. അപ്പോൾ മണലുമായി കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചട്ടി അടുത്ത പരിപാടി ക്ലീൻ ചെയ്യണം. ചട്ടി പൊട്ടണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇതുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിലാണ് വയ്ക്കണം. നമ്മൾ ഇതിൽ വെച്ചാൽ ഒരെണ്ണം വലുതിൽ വയ്ക്കാം, പിന്നെ ഒരെണ്ണം വലുത് ചെറുതും ബക്കറ്റിൽ വയ്ക്കാം. ഗൈസ് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണാട്ടോ. നമ്മളെല്ലാത്തിൻ്റെയും കണ്ടിന്യൂഷൻ ആയിട്ടാണ് വീഡിയോ വരുന്നത്. എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വല മാറ്റി നമ്മളെ സോട്ടയിൽ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. ഫീഡാവേ ഇത്ര വെള്ളം അതാ പറഞ്ഞ ബ്രീഡായിട്ടുണ്ട് നല്ല രീതിയിൽ. ഒരെണ്ണം സക്സസ് ആയി. ഗീവ് അവേ 1000 രൂപയായി മൊത്തം. നമുക്ക് കുറച്ച് മെറ്റൽ എടുക്കണം. സെറ്റ് ഇത്ര മതിയാന്ന് വിചാരിക്കാം. മെറ്റൽ എടുത്തു. ഇപ്പോൾ നമ്മൾ ചെളി എടുത്തു, വെക്കാനുള്ള ചട്ടി എടുത്തു, മെറ്റൽ എടുത്തു. ഇവിടെ മണൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊട്ടിച്ചുകൊണ്ടുന്ന ആമ്പല്. മെറ്റൽ വാഷ് ചെയ്യണോ? ചെളി കളയണോ? അപ്പോൾ ആദ്യത്തെ പരിപാടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, കല്ലെടുത്തിട്ട് ഹോളിൻ്റെ അവിടെ അടിയിലൊരു ഹോളിന് ഇട്ട ചട്ടിയല്ലേ, എന്നിട്ട് ഓക്കെ. എന്നാലും ചെറിയൊരു ഹോളിൻ്റെ ഇതുണ്ടാവും ചെയ്യും. അത് വേണം, എന്നാലാണ് വേര് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ. എന്തൊക്കെ പറയണ്ടോ, എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതിനെ കുറിച്ച്. ചെളി ഇതിലിപ്പോൾ ഏതാ വയ്ക്കണ്ടേ? വലുത് വെച്ചാൽ പോരാ? ഒരെണ്ണം വലുത് വയ്ക്കാം. ചെളി അടി വറക്കാട്ടോ മതി. ചെളി മതിയാ? അത് വലുത്. ചെളി ഇട്ടു, വേര് കട്ട് ചെയ്തു.
വേര് തുമ്പ് കട്ട് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യണോ? ഇല നമുക്ക് പക്ഷേ ഇല മാത്രം അത് വൃത്തിക്കുണ്ട്, വേറെ ഒന്നിനുണ്ട്. ആ ഓക്കെ, കാണുമ്പോൾ വൃത്തിക്കല്ലേ. ഇതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയല്ലല്ലോ അല്ലേ? ഇത് ചെയ്യണമെന്നില്ല, അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി അല്ലേ? ഇത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു വേരാണ് ഉണ്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പൂട്ട് കച്ചവടം. ഞാൻ പിടിക്കാം. ഇതൊക്കെ നമ്മളിന്ന് ക്ലീൻ ആയിട്ട് 2 പൂ നമ്മൾ കട്ട് ചെയ്തില്ല കേട്ടോ, 2 അല്ലി ബാക്കിയെല്ലാം കട്ട് ചെയ്ത്. മുട്ടുണ്ടല്ലോ ഒരെണ്ണം, ഒരു മുട്ട് ഇതുകൊണ്ട് വിരിയോ നോക്കാം നമുക്ക്. ഇത് വിരിഞ്ഞില്ലെങ്കിൽ എയിം ഷൂട്ടർ മറക്കരിക്കുക ഗൈസ്. താഴെ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ. കഴിക്കല്ലേ? ഐശ്വര്യമായിട്ട് ഫസ്റ്റത്തെ വേര് വെച്ചിരിക്കുന്നു. ചെളി അരച്ചോ? ആ ഇനി ഫുള്ള് ചെളിയാ? അതെ. അപ്പം ഇനി കമത്താലോ? നീ കത്തി തന്നെ. ഇനി ഫുള്ള് ചെളി നമ്മളെടുത്ത് നേരെ അതിലേക്ക് കൊട്ടാട്ടാ. ഇങ്ങനെ ഇടല. അപ്പൊ എന്തിനാ കഴിക്കുക? കൈകൊണ്ട് ഇനി മറ്റല് ഇത് വെറുതെ ഭംഗിക്ക് അലങ്കാരം. കുക്കിംഗ് വീഡിയോ ആണ്. ചെളിയും ഇത് മിക്സ് ആവാണ്ടിരിക്കാനുള്ള സെറ്റപ്പ് മനസ്സിലായി. ചെളിയും മണലും മിക്സ് ആവാണ്ടിരിക്കാൻ അഞ്ഞിപ്പോ ഇതിന്റെ മേലെ മണലിടും. അപ്പൊ പിന്നെ ചെളി കാണിക്കുക. ഇതിന്റെ സക്സസ് റേറ്റ് എന്തോരുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. എനിക്ക് ഇങ്ങനെയൊക്കെയല്ല നമ്മൾ പഠിക്കുക. അത് നിനക്കും വലിയ ഉറപ്പൊന്നുമില്ലത്. ഇനി മണലറച്ചു. ഇനി മണൽ നിറയ്ക്കണം. മണൽ എടുത്തു കൊണ്ടുവന്നതുണ്ട്. സഹായത്തിന് ഇവനെ വിളിച്ചാട്ട്. ഇതിപ്പോ ഞാൻ അപ്രന്റീസായി അവൻ്റെ. അമ്മാമ സിമെന്റ് ഇട്ടോട്ടാ. അമ്മാമ നേരത്തെ ഒരു കൗണ്ടർ അലക്കിയിട്ടുണ്ടായിരുന്നു. സിമെന്റ് ഇട്ടിട്ട് സിമെന്റ് ഉറപ്പിക്കണോ? സിമെന്റ് ഉറപ്പിച്ച മാമേ കൂമ്പിന്റെ അവിടെ. ഓക്കെ, ഇത് സെറ്റായി. പക്ഷെ ഇത് മുഴുവൻ ഇറക്കണ്ടേ? നടുക്കിലായിട്ടോ? അടിയിന്ന് പിടിച്ചിട്ട് വെള്ളം കുറയ്ക്കണം അതില്. അങ്ങനെ പിടിച്ച പൊട്ടില്ലേ? ദീപം ദീപം ഇവിടെ വയ്ക്കണം. അറ്റത്ത് വയ്ക്കണം. അറ്റത്ത് വയ്ക്കാം. വെയിൽ കൊള്ളണടുത്ത് വേണം. വെയിലില്ലാത്ത കൊടുത്ത് ഈശോ മോട്ടറിന്റെ മേലെ അടിയിൽ നിന്ന് വെള്ളം വരുന്നല്ലോ. അത് മറ്റേ മെറ്റലോട്ട് ഫിൽ ആവണതാ. ഓക്കെ അല്ലേ? ആടാ ശരിയാട്ടാ. ചെളി വരുന്നില്ല കേട്ടാ മോനെ. ഗൈസ് ഇതിന് സക്സസ് റേറ്റ് കൂടി വരുന്നുണ്ട് കേട്ടാ. പൊളിച്ചടാ. എന്തായാലും നന്നായിട്ടാ. അല്ലെങ്കിൽ ഫുള്ള് ചെളിയായാനല്ലേ? ആ ശരിയാട്ടാ. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ കാണാൻ പറ്റും. മണലും അതിന്റെ മേലെ ഇട്ടു, ഇത് ഇട്ടു. ചെളി ഇതിന്റെ അവിടേക്ക് വരുന്നില്ല കേട്ടാ. അത് അടിപൊളിയാടാ. ഇതാ മോനെ പൊളിച്ച്. ഇത് സെറ്റടാ. ഇത് സക്സസ് റേറ്റ് കൂടി വരുന്നുണ്ട് കേട്ടാ. ഒരെണ്ണം ആയിട്ടുണ്ട്. ഒരെണ്ണം സക്സസ്ഫുൾ സെറ്റായി. ഇനി ഇതുപോലെ 2 എണ്ണം സെറ്റ് ചെയ്യണം അല്ലേ? ഒരെണ്ണം സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഇതും ആമ്പലും സെറ്റായിട്ടുണ്ട് കേട്ടോ. വെള്ള. മറ്റേത് ഏതായിരുന്നു? ചുവപ്പ്. ഒരു റോസ് മിക്സ് കളറാണ് കേട്ടോ. ഇവിടെ വയ്ക്കാലത്. ബബിൾസ് വരില്ലല്ലേ? ഇത് വെള്ളത്തിൽ മുങ്ങും എല്ലാം. ഇത് അതിൻ്റെ പൂവും എല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ട് നിൽക്കണം കേട്ടോ. ഇത് ചീഞ്ഞു പോകുമല്ലേ? ഓ മോനെ, ഇന്നലെ നോർമൽ കുളമാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു. ഇന്ന് അതിന് വേണ്ടി ഇറങ്ങി. സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിൽ കുട്ടികളാണ്
ഷോർട്ടൈൻ്റെ കുട്ടികൾ. അതിന് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടിയും ഇത് വയ്ക്കണം കേട്ടോ. നമ്മൾ ഒരു ലെയർ പ്രൊട്ടക്ഷനും കൂടിയും ഇതുകൂടി കൊടുത്തു വിട്ടു. അതിൻ്റെ ഉള്ളിൽ കണ്ട ആ ഒരു ലെയർ കൂടിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിൽറ്റർ ആവാണ്ടിരിക്കാനുള്ള ഒരു പ്രശ്നം വേണ്ട. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. എന്നിട്ട് കണക്ഷൻ കൊടുക്കാം. കാരണം ആമ്പലുമണിയൊക്കെ വന്നതല്ലേ, എക്സ്ട്രാ ഒരു ലെയർ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഫ്രഷായിട്ട് വരും വെള്ളം. അങ്ങനെ ഫൈനലി ഇപ്പം എത്ര മണിയാടാ? കാലത്ത് 9 മണിക്ക് തുടങ്ങിയ പരിപാടിയായിരുന്നു. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എത്ര മണി? 29. ഓ 12 മണി ആവാറായിട്ടാ. ഈ ചെളിയുടെ ഉള്ളിൽ ഇറങ്ങണം മാത്രമേ കുറച്ച് പാടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ചെളി കാണുമ്പോൾ എനിക്ക് വേറെ പലതൊക്കെ ഓർമ്മ വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഫാമിൽ പോയിട്ട് കുറച്ച് മീനെ വാങ്ങണം എനിക്ക്. ഞാൻ എന്തായാലും ഗപ്പിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കട്ടെ. പയ്യെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എല്ലാ ദിവസവും വ്ളോഗ് വരുന്നുണ്ട്. എയിം ഷൂട്ടർ. ഈ സാധനം ശരിയായില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി കമൻറ്റ് ചെയ്യണം. എൻ്റെ പേരും പറഞ്ഞിട്ട് കേട്ടോ. വെറുതെ പറയണം കേട്ടോ, ഫണ്ണായിട്ട് പറയണതാണ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലം വ്ളോഗായിട്ട് നാളെ 6 മണിക്ക്, എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോ ഉണ്ടാവും കേട്ടോ. ബൈ.